കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിൽ കള്ളപ്പണ ഇടപാടുകൾക്കെതിരെ ശക്തമായി നടപടി സ്വീകരിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ 81,422 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടി. ഇത് ഏജൻസിയുടെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായി കണക്കാക്കപ്പെടുന്നു. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ അറസ്റ്റുകളുടെ എണ്ണം കുറയുന്നതും ശ്രദ്ധേയമാണ്. ഇഡിയുടെ ഔദ്യോഗിക വാർഷിക റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റുകളുടെ എണ്ണം ഏകദേശം 27% കുറഞ്ഞുവെങ്കിലും ആസ്തി കണ്ടുകെട്ടലിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ഇത് ഏജൻസിയുടെ അന്വേഷണ തന്ത്രത്തിലുണ്ടായ വലിയ മാറ്റം വ്യക്തമാക്കുന്നു. മുൻപ് കൂടുതലായി അറസ്റ്റുകൾക്ക് മുൻഗണന നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറ്റവാളികളുടെ അനധികൃത സമ്പാദ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിലും അവരെ സാമ്പത്തികമായി ദുർബലരാക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഇല്ലാതാക്കുകയും ഭാവിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യുകയാണ് ലക്ഷ്യം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇഡി 156 അറസ്റ്റുകൾ മാത്രമാണ് നടത്തിയത്. മുൻ വർഷമായ 2024-25 ഇത് 214 ആയിരുന്നു. അതിനു മുൻപുള്ള വർഷത്തിൽ 272 അറസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതോടെ അറസ്റ്റുകളുടെ നിരക്കിൽ തുടർച്ചയായ കുറവാണ് കാണുന്നത്. എന്നാൽ ഇതിനെ നടപ്പാക്കൽ മന്ദഗതിയിലാണെന്നതിലുപരി കൂടുതൽ ലക്ഷ്യം വെച്ച തെളിവുകൾ അടിസ്ഥാനമാക്കിയ അന്വേഷണ രീതിയുടെ ഭാഗമായാണ് ഏജൻസി അവതരിപ്പിക്കുന്നത്. അതേസമയം 712 താൽക്കാലിക അറ്റാച്ച്മെന്റ് ഉത്തരവുകൾ വഴി 81,422 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടിയത് വലിയ നേട്ടമാണ്. മുൻ സാമ്പത്തിക വർഷത്തിൽ 461 ഉത്തരവുകൾ വഴിയാണ് 30,036 കോടി രൂപ മാത്രം കണ്ടുകെട്ടിയിരുന്നത്. ഇതോടെ ആസ്തികളുടെ മൂല്യത്തിൽ ഏകദേശം 171% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണക്കുകൾ ഇഡിയുടെ സാമ്പത്തിക അന്വേഷണ ശേഷിയും വ്യാപ്തിയും എത്രത്തോളം വർദ്ധിച്ചുവെന്നത് വ്യക്തമാക്കുന്നു. PMLA പ്രകാരമുള്ള പരിശോധനകളും റെയ്ഡുകളും ഗണ്യമായി വർദ്ധിച്ചു. 2025-26 2892 റെയ്ഡുകളാണ് നടത്തിയത്. മുൻവർഷം ഇത് 1491 ആയിരുന്നു. ഇതോടെ ഏകദേശം ഇരട്ടിയിലധികം വർധനവാണ് ഉണ്ടായത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വ്യാപക ഉപയോഗം, വിവിധ ഡാറ്റാബേസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകീകരിച്ച് വിശകലനം ചെയ്യൽ, ക്രിപ്റ്റോ ഇടപാടുകൾ പിന്തുടരാൻ ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് ഉപയോഗിക്കൽ തുടങ്ങിയവയാണ് ഈ വർധനവിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്യുന്നതിലും വലിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 457 കുറ്റപത്രങ്ങളാണ് ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ 2025-26 ഇത് 812 ഉയർന്നു. ഇതോടെ കേസുകളുടെ തീർപ്പാക്കൽ സമയം 34 വർഷത്തിൽ നിന്ന് ഏകദേശം 1.5 വർഷമായി കുറയാൻ സഹായിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് നീതിന്യായ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന് സഹായകരമാണ്. ECIR അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു. 2024-25 775 കേസുകളായിരുന്നുവെങ്കിൽ 2025-26 ഇത് 1080 ഉയർന്നു. ഇത് ഏകദേശം 39% വർധനവാണ് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലും വലിയ പുരോഗതിയാണ് ഉണ്ടായത്. 2025-26 32,678 കോടി രൂപയുടെ ആസ്തികൾ പുനഃസ്ഥാപിച്ചു. മുൻവർഷം ഇത് 15,263 കോടി രൂപയായിരുന്നു. ഡയറക്ടർ രാഹുൽ നവീൻ നിശ്ചയിച്ച 15,000 കോടി രൂപയുടെ ലക്ഷ്യത്തെ ഇരട്ടിയിലധികം മറികടന്നതാണ് ഈ നേട്ടം. പ്രത്യേകിച്ച് PSEL പോൺസി സ്കീം കേസിൽ നിന്നുള്ള വലിയ വീണ്ടെടുപ്പ് ഈ കണക്കിൽ നിർണായക പങ്കുവഹിച്ചു. 2022 PMLA നിയമമാണ് ഇഡിക്ക് ഈ വിപുലമായ അധികാരങ്ങൾ നൽകുന്നത്. തിരച്ചിൽ നടത്താനും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടാനും ഈ നിയമം അനുവദിക്കുന്നു. ജാമ്യം ലഭിക്കാൻ പ്രതിക്ക് തന്റെ കുറ്റമില്ലായ്മയും ഭാവിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന ഉറപ്പും കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതിനാൽ ജാമ്യം ലഭിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ഈ നിയമപരമായ വ്യവസ്ഥകൾ ഇഡിയെ കൂടുതൽ ശക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും മൾട്ടി സോഴ്സ് ഇന്റലിജൻസും ഇഡിയുടെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കി. ഫിസിക്കൽ റെയ്ഡുകളിൽ മാത്രം ആശ്രയിക്കാതെ ഡിജിറ്റൽ ഡാറ്റ, കോർപ്പറേറ്റ് രേഖകൾ, പ്രോപ്പർട്ടി ഡാറ്റാബേസുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് കൂടുതൽ കൃത്യമായ അന്വേഷണങ്ങൾ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് ഏജൻസി മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31 വരെ പരസ്പര നിയമസഹായ ഉടമ്പടികളുമായി ബന്ധപ്പെട്ട് 353 അപേക്ഷകൾ ഇഡിക്ക് തീർപ്പാക്കാതെ നിലനിൽക്കുന്നു. UAE, സിംഗപ്പൂർ, ഹോങ്കോങ്, UK, സ്വിറ്റ്സർലൻഡ്, USA, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായും അപേക്ഷകൾ അയച്ചിരിക്കുന്നത്. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നായി 246 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റുകളുടെ കുറവ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയേക്കാമെങ്കിലും ഇഡിയുടെ കണക്കുകൾ ഇത് കാര്യക്ഷമതയുടെ സൂചനയായി അവതരിപ്പിക്കുന്നു. കുറഞ്ഞ കേസുകൾ മാത്രമല്ല, ശക്തമായ തെളിവുകളുള്ള കേസുകൾ, വേഗത്തിലുള്ള പ്രോസിക്യൂഷൻ, കൂടാതെ കുറ്റവാളികളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന നടപടികൾ എന്നിവയാണ് ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യം. ഇഡി സ്ഥാപിതമായിട്ട് 70 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഭീകരധന സഹായം, ക്രിപ്റ്റോ തട്ടിപ്പുകൾ തുടങ്ങിയവയ്ക്കെതിരെ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ ശക്തിയായി ഇഡി നിലകൊള്ളുന്നു. പ്രത്യേകിച്ച് വലിയ പോൺസി പദ്ധതികളിൽ നിന്നുള്ള വീണ്ടെടുപ്പുകൾ സാധാരണ നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.